ഗുരുവായൂരിൽ മലയാളി യുവതിയെ താലി ചാർത്തി സ്കോട്ട്ലൻഡിലെ പാർലമെന്റ് അംഗം. പിറവം പാമ്പാക്കുട സ്വദേശിനി നിതിൻ ചന്ദനെയാണ് മുൻ UK പാർലമെന്റ് അംഗവും നിലവിൽ സ്കോട്ട്ലൻഡിലെ പാർലമെന്റ് അംഗവുമായ മാർട്ടിന്റെ താലി ചാർത്തിയത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഗുരുവായൂരിലെ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിലായിരുന്നു ഇവരുടെ വിവാഹം. ഇരുവരുടെയും ബന്ധുക്കൾക്കൊപ്പം 22-കാരൻ മകൻ വേദിക് ശങ്കറും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ജോലി നൽകാതെ ഓണനാളിൽ വഞ്ചിച്ചെന്നാരോപിച്ച് CPIM പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മണ്ണ് സദ്യ നടത്തി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജു തടത്തൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണക്കാലത്ത് പോലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൃത്യമായ തൊഴിൽ ദിനങ്ങളും കൂലിയും നൽകുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് നേതാക്കൾ ആരോപിച്ചു. തൊഴിലാളികളെ അവഗണിക്കുന്ന നിലപാട് തുടർന്നാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. തൃശൂരിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വാറ്റുചാരായം പിടിച്ചെടുത്തു. ചൂളക്കടവ് സ്വദേശി ശിവദാസനെയാണ് എക്സൈസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ചാവക്കാട് പെട്ടി ഓട്ടോറിക്ഷയിൽ കടത്തിയ 74 കുപ്പി മാഹി മദ്യവുമായി 2 പേർ പിടിയിൽ. കുന്നംകുളം സ്വദേശിയായ രാജേഷ്, കീഴൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മാഹിയിൽ നിന്നും മാസങ്ങളായി ട്രെയിൻ മാർഗം മദ്യം എത്തിച്ച് ചില്ലറ വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്യുന്നതിനായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ചാവക്കാട് എക്സൈസ് റേഞ്ചും സംയുക്തമായാണ് പരിശോധനയും അറസ്റ്റും നടത്തിയത്. തൃശൂർ വെള്ളറക്കാട് മണ്ണാംകുന്നിൽ വയോധിക ക്വാറിയിൽ വീണ് മരിച്ചു. തെക്കൂട്ട് വളപ്പിൽ 75 വയസ്സുള്ള കാളിക്കുട്ടിയാണ് മരിച്ചത്. കാളിക്കുട്ടിയെ വെള്ളം നിറഞ്ഞ് കരിങ്കൽ ക്വാറിയിൽ മരിച്ച നിലയിൽ കിടക്കുന്നതാണ് കണ്ടത്. വർഷങ്ങളായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ക്വാറി നാട്ടുകാർ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകാനുമാണ് ഉപയോഗിക്കുന്നത്. കാളിക്കുട്ടി ഈ ക്വാറിയിൽ ദിവസവും കുളിക്കാൻ പോകാറുണ്ട്. തലകറക്കം അനുഭവപ്പെടാറുള്ള കാളിക്കുട്ടി തലകറങ്ങി വീണതാകാമെന്നാണ് കരുതുന്നത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ലഹരി ഉപയോഗിക്കുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് കായലിൽ ചാടി യുവാവിനെ കണ്ടെത്താനായില്ല. മങ്ങാട് കളവിൽ 5-അംഗ സംഘം ലഹരി ഉപയോഗിക്കുന്നതിനിടെയാണ് മഫ്തിയിൽ 4 എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. ഉദ്യോഗസ്ഥരെ കണ്ടയുടൻ 3 പേർ ഓടി രക്ഷപ്പെടുകയും ഒരാൾ കായലിൽ ചാടുകയും ലഹരിയിലായിരുന്ന ഒരാളെ എക്സൈസ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. വെട്ടൂർ സ്വദേശി മുഹമ്മദിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. സമീപത്തുണ്ടായിരുന്ന ബാഗിൽ നിന്ന് 5 ഗ്രാം MDMAയും കഞ്ചാവും കണ്ടെത്തി. ബാഗിൽ നിന്ന് ലഭിച്ച ID കാർഡ് പ്രകാരം നെയ്യാറ്റിൻകര ചെങ്കൽ സ്വദേശി അഭിജിത്തിന്റേതാണ് ബാഗെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റോഡിൽ കിടന്നിരുന്ന കാർ പൂന്തറ സ്വദേശിയുടേതാണെന്നും പോലീസ് പറഞ്ഞു. സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാൻ വയ്യ. പിന്നെ ഒരാളുകളെ വീണെന്ന് മാത്രമേ ഞങ്ങൾ വന്ന കായലിൽ നമ്മൾ കുഴിയോടി. പൊതുവെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വരാറുണ്ട്. ഇവർ എത്ര പേരുണ്ടെന്ന് അറിയാൻ വയ്യ. അതിന് നമ്മുടെ ഇവിടെ എല്ലാവരും 3 നമ്മൾ വരുമ്പോൾ 3 പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെറുക്കനെ പിടിച്ചോണ്ട് പോയെന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ വിളിച്ച് വണ്ടി അറിയിച്ച് അവർ വന്നെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഈ ഇടയിലുണ്ട്. സ്ഥിരമായിട്ട് എക്സൈസുകാരൊക്കെ ഇതൊക്കെ വരാറുണ്ട്. വരുമ്പോഴെന്ന് പറയും കിട്ടത്തൊന്നുമില്ലത്. ഇന്ന് ഇനി അവിചാരിതമായിട്ടാണോ കണ്ടായിരിക്കും. നമ്മൾ മെമ്പർമാരോ മറ്റുള്ളവരോ പറഞ്ഞൊന്നും അതൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു നിർവാഹകരായ സംഭവമായിപ്പോയി. ആരാണെന്നോ എന്തോന്നും അറിയാൻ വയ്യ. ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. തൃശൂർ പാടിയോട്ടുമുറിയിൽ എലിപ്പനി മരണം. കുട്ടിലങ്ങൽ വീട്ടിൽ ഡാനിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് മരണം സംഭവിച്ചത്.